ഹായ് എവരിവൺ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലോങ് റൈസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്നാകുമ്പോൾ അൽഹിന്ദിൻ്റെ റൈസ് കിട്ടും കേട്ടോ, നല്ല സൂപ്പർ റൈസാണ്. അപ്പോൾ അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ സാജീരകം, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണോളം, 1 പിടി പുതിനയില, 2 പച്ചമുളക്, 2 കഷ്ണം പട്ട, ഒരു 6 ഏലക്കായ, പിന്നെ 1 കപ്പ് നല്ല കട്ടി തൈര്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി നമ്മൾ ചിക്കനിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തൈരടക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പായിട്ട് നമുക്ക് വേണ്ടത് ബിസ്തയാണ്. അപ്പോൾ അതായത് ഒനിയൻ ഫ്രൈ ചെയ്തത്. ഞാനിവിടെ 3 വലിയ ഓനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിസ്ത നല്ല പെർഫെക്റ്റായിട്ട് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുൻപ് ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ ബിസ്ത. ഇതിൻ്റെ പകുതിയോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി അവിടെ ഇരിക്കട്ടെ. ഹാഫ് പോർഷൻ നമ്മൾ മാറ്റി വെക്കുക, ദമ്മിടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓയിൽ അതും നമ്മൾ ഈ ഒരു ബിരിയാണിയിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിതിലേക്ക് നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല, ഈ ഒരു ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 3 കൈയിലോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഇതുപോലെ നമുക്ക് റെഡിയാക്കാം. ബിരിയാണി ദമ്മിടുമ്പോൾ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി ബിസ്ത ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബിസ്ത കൂടെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഒനിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിൽ 1 കൈയിലോളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇതുപോലെ മസാല പുരട്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ വെക്കണം കേട്ടോ. തലേ ദിവസം റെഡിയാക്കിയിരുന്നാലും അത്രയും നല്ലത്. അപ്പോൾ അത് ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബസുമതി അരി ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. അതിനായിട്ട് വെള്ളം കുറച്ചധികം വെച്ച് ഒരു പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 5 ഏലക്കായ കൂടെ ഇട്ട് നമ്മുടെ റൈസും കൂടെ ഇട്ടിട്ടൊന്ന് ഹാഫ് വേവിൽ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിസ്ത ഇവിടെ പകുതി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ദമ്മിടാൻ ആവശ്യമായിട്ടുള്ളത് അല്പം പുതിനയിലയും അതുപോലെ തന്നെ ഓനിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലുമാണ്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുങ്കുമപ്പൂവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാലിൽ ഇട്ട് വെച്ചിരുന്നാലും മതി കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ നിരത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് അല്പം പുതിനയില ഇട്ട് കൊടുക്കുക. പിന്നീട് കുക്ക് ചെയ്തിട്ടുള്ള ഒരു റൈസ് ഒരു 4 തവയോളം എടുത്ത് അതിന് മുകളിലിട്ടിട്ട് ഒന്ന് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയൻ ചേർത്ത് കൊടുക്കുക. അല്പം പുതിനയില കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മഞ്ഞൾ പാലിൽ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. അല്പം ഓയിൽ, അതായത് ഒനിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് കൊടുക്കുക. അങ്ങനെ റൈസും അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുകളിലേക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിറയെ മുഴുവൻ ആവുന്നത് വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുക. ഓരോ ലെയറിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ലാസ്റ്റ് ലെയറാണ്. അതിന് മുകളിൽ അല്പം മഞ്ഞൾ കലർത്തിയിട്ടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഒനിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ, ഫ്രൈ ചെയ്തിട്ടുള്ള ഓനിയൻ, പിന്നെ അതുപോലെ തന്നെ അല്പം പുതിനയില. ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് ചിക്കനും അതുപോലെ തന്നെ റൈസിൻ്റെ ബാക്കി വേവും ഇതിനകത്താണ് ആകുന്നത്. അപ്പോൾ ഇതാ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് റൈസോട് കൂടി കിട്ടിയിട്ടുണ്ട്. എന്നാൽ റൈസ് ഒട്ടും ഉടഞ്ഞു പോയിട്ടുമില്ല, നല്ല സോഫ്റ്റാണ് ഈ ഒരു റൈസ്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനും 1 കിലോ റൈസുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിക്കൻ ക്വാണ്ടിറ്റി കൂടുതൽ, അതായത് ചിക്കൻ നന്നായി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നിങ്ങൾക്ക് കുറച്ചധികം എടുക്കുക, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നിന്ന് റൈസ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസോട് കൂടി കാണാൻ നല്ല ഭംഗിയുള്ളത് പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ സാധാരണ ബിരിയാണി തയ്യാറാക്കേണ്ടുന്ന പണിയൊന്നും ഇതിനില്ല. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.